നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് മലൈക്കോട്ടെ വാലിബൻ. ആ പേരിനൊരു പഞ്ചില്ലേ? ഉണ്ടോന്നോ? പഞ്ചേ ഉള്ളൂ. അതിനുള്ള കാത്തിരിപ്പിനുള്ള ഒരു പഞ്ച് ഭീകരാട്ടോ. 30 ദിവസം കൂടി, ഇനി 29 ദിവസം അല്ലേ? ഒന്ന് ഓടിപ്പോയാൽ മതിയായിരുന്നു. അല്ല, ഓടിപ്പോവും. കാരണം 2023 അറിഞ്ഞ പോയത്. സത്യം കേട്ടോ. ഒന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കഴിഞ്ഞു. ടാറ്റാന്നൊക്കെ പെട്ടെന്നാണോ അല്ലേ? ഭയങ്കര സ്പീഡിൽ പോയി. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പ്രായം കൂടിയാണല്ലോ ഈ കടന്നു പോകുന്നത്. ഒരു വയസ്സും കൂടി കൂടി. ഓക്കെ, പക്ഷേ എക്സ്പീരിയൻസും കൂടി. അതെ, വലിയ സന്തോഷം. നമുക്കെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു. ക്രിസ്മസ് സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. നമ്മൾ ആ സ്പോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ചെറുക്കൻ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അതായത് ആളിവിടെ ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു? അങ്ങനത്തെ പരിപാടികളായിരുന്നു. അതെ, തെറ്റിദ്ധരിച്ചു നിങ്ങൾ. ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫാമിലിയാണ്, നമ്മുടെ ലൈഫാണ് നമ്മുടെ ലഹരി. ഓക്കെ, അപ്പോൾ ഇതാണ് പോസ്റ്റർ. 30 ദിവസം കൂടിയെന്ന് ഇവര് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഗംഭീര പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗംഭീര പോസ്റ്ററാണ്. ഞാൻ ഈ സീനിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാനും അതങ്ങനെ ആലോചിച്ചത്. ഇത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഫ്രെയിം എന്തായിരിക്കും എന്നുള്ളതാണ് ചിന്തിച്ചു നോക്കുന്നത്. ഞാനിത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്നൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഊഹിക്കാൻ പറ്റുമോ? എന്താടാ? സലാ സിനിമ അല്ലേ? അതിലൊരു ഫൈറ്റ് സീൻ ഇല്ലേ? അതിലുണ്ടല്ലോ ആ കുറേ സ്ത്രീകളെ ഡാർക്ക് റെഡ് കളറിലുള്ള സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് വിഷ്വലി കാണാൻ. അപ്പോൾ അതേ ഒരു വൈബ് ഇതിന് കിട്ടുന്നുണ്ട്. സത്യം. ചിന്തിച്ചു നോക്കുക, എന്തായാലും വേറെ കോസ്റ്റ്യൂം ഒന്നും ഇല്ലാത്തോണ്ടേ അതെ, അതൊരു ലുക്കൊക്കെ ആണെങ്കിലോ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും അതേപോലെ തന്നെ. തലമുടിയില് ആണെങ്കിലും ഒന്നിലെ മുഖത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഭീകരമായിട്ടുള്ളൊരു സീനായിരിക്കും ഇത്. പിന്നെ ലാലേട്ടൻ ഇതിന്റെ സെന്ററിൽ നടുക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താല്ലേ സ്ക്രീൻ പ്രസൻസ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് ഇത് എന്തിന്റെ ആയിരിക്കും, അല്ലെ എന്തിനെ കുറിച്ചായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെ, വേറെ ലെവല് സംഭവം. അത് ലാലേട്ടൻ പറയുന്നൊരു ക്ലിപ്പുണ്ട്, അതിന് ശേഷം കാണിക്കാം. അതിൽ നിന്ന് നമുക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റും. സംഭവം എന്തായാലും മുന്നിലിരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, ചുറ്റിരിക്കുന്നത്, മുന്നിലെന്നല്ല ചുറ്റിരിക്കുന്നത്, അവരെല്ലാവരും ഇങ്ങനെ കൈ ചെയ്തിട്ട് താഴ്ത്തിയിട്ട് ഇങ്ങനെ, അതായത് നമ്മൾ മെസ്സിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം തോന്നുന്ന സംഭവം. ഈ ലെജൻസിന് മുന്നിൽ നമിച്ചണ്ണാ എന്ന് പറഞ്ഞോ. അല്ല, ലാലേട്ടനും അതേ ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്, കൈ മുന്നോട്ട് നീട്ടിയിട്ട്. എനിക്ക് തോന്നുന്ന എന്തോ പ്രയറോ എന്തോ സംഭവമാണ്. പക്ഷെ അതല്ലേ, അതായത് ഇതിൽ നടുക്കിരിക്കുന്നത് കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ കഥാപാത്രമാണ്, വാലിബനാണ്. അപ്പോൾ ഇവർ മൊത്തം ആ ആളോടാണ് ഇങ്ങനെ ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ശരിക്കൊരു, അതായത് താരം എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുമ്പോഴേ ലാലേട്ടനുള്ള ഒരു അത് അങ്ങനെ വിചാരിക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്റർ ആട്ടത്. അടിപൊളി പോസ്റ്റർ. ഇതിൽ നിന്ന് ഏതാണ്ടൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കിയെടുക്കാം ഏതായിരിക്കും ഇതിൻ്റെ ലെവൽ എന്നുള്ളത്. പിന്നെ ഇതിന് താഴെ ചില കമൻസ് കണ്ടു, ഈ ടൈപ്പ് സാധനത്തിനൊന്നേ തിയേറ്ററിൽ ആൾ കയറൂലെന്ന്. തെറ്റല്ലത്? അത് വെറും തെറ്റായ ഒരു ചിന്താഗതിയാണ്. അതെ, പാട്ടം നല്ലതാണോ? അതെ, ആൾ തന്നെ കേറിക്കോളും, ഷുവറായിട്ടും കേറിക്കോളും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് കേറുന്ന സാധനം എല്ലാം കൊണ്ട് കേറും. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞ് നമുക്കൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അത് ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല, കാരണം ഗംഭീര സാധനമാണ്, അത്രയ്ക്കും ഭീകരമാണ്. എന്താ സാധനല്ലേ? അത് നമ്മുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലെ തമ്പനയിലെ ആ ഒരു ഫോട്ടോയും പിന്നെ ഇന്നലെ വന്ന ഈ ഒരു പോസ്റ്റർ ഉൾപ്പെടുത്തിയിട്ട് പുറത്തു വന്ന ഒരു ഫാൻ മെയ്ഡാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും അതിൻ്റെ ഇത് കൊടുത്തിരിക്കും, ലൈറ്റ് എഫക്റ്റ് ഒക്കെ അല്ലേ, സൂപ്പർ എല്ലാം കൊണ്ടും. അതെ, ഭയങ്കര അടിപൊളി ഒരു പോസ്റ്റർ കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി മറ്റൊന്നുണ്ട്. അതായത് ഒഫീഷ്യലി പുറത്തു വന്നതല്ല, ഇത് തിയേറ്ററിൽ ഇട്ടതാണെന്ന് തോന്നുന്നു. അതെ, ഓക്കെ, ഇതാണ് ഐറ്റം. ഇതാണെങ്കിൽ അതിൻ്റെ അപ്പുറം അല്ലേ, ഭീകര സാധനം. ഇത് കണ്ടപ്പോൾ എനിക്ക് നെഞ്ചൊന്ന് വിരിച്ചിട്ട് തല ഉയർത്തി ഒന്ന് പറയാൻ തോന്നി. എന്താണെന്നറിയോ? എടാ നമുക്കും വരുന്നുണ്ടാ
ഒരു ഐറ്റം ഇത് ശരിക്ക് ലാലേട്ടൻ എണീറ്റ് നിൽക്കുന്ന അതേ രൂപത്തിലാണ് ഭയങ്കര എന്താ പറയാ സെറ്റ് കേട്ടോ. അതായത് മറ്റുള്ള കഥാപാത്രങ്ങള്, അതായത് 1 2 3 4 5 പേരുണ്ട് വേറെ. ആ 5 പേരും ആ ശരീരത്തിന് താഴെ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്രത്തോളം വലിയ രീതിയിൽ തന്നെയാണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിന്റെ സോങ് പുറത്തു വന്നപ്പോൾ നമുക്ക് അതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരെ പോലെയും ഒരേ വലുപ്പത്തിലുള്ള മനുഷ്യൻ തന്നെയായിരുന്നു അത് ലാലേട്ടന്റെ ക്യാരക്ടർ. അതെ. പക്ഷെ എന്തെങ്കിലും സിദ്ധി വരുമ്പോ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും വരുന്നതായിരിക്കാം. എന്തായാലും അതെ അതെ മറ്റേ ഗദ പോലത്തെ ഈ ഗുസ്തിക്ക് യൂസ് ചെയ്യുന്ന സാധനമല്ലേ. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇതൊരു പ്രത്യേകതരം ഗോത്രം ഏതെങ്കിലും ഒരു ടീം. അതിലെ നമ്മുടെ ഗുരു സിനിമ അല്ലേ, അതില് സുരേഷ് ഗോപി ചെയ്യുന്ന കഥാപാത്രം ഉണ്ടല്ലോ, രാജാവായിട്ടുള്ള രീതിയിൽ, ആ രീതിയിലുള്ളൊരു കഥാപാത്രമാണ് ഈ മുകളിൽ നിൽക്കുന്ന ആളെ. അതെ. പിന്നെ അതിനുശേഷം പലരും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഐറ്റം സോങ് ഉണ്ടെന്ന് തോന്നുന്നു, അതിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ സോങ്ങിലുള്ള ക്യാരക്ടറുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഓരോരുത്തരെയും കാണിച്ചിരിക്കുകയാണ്. സത്യം. അതിൽ ഏറ്റവും മുകളിൽ ലാലേട്ടൻ, എല്ലാത്തിനും മുകളിൽ. അതെ, രാജാവിന് മുകളിൽ. അതെ. ഓക്കെ, എന്തായാലും നല്ല പോസ്റ്ററാണ്. ഇനി നമുക്ക് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് ഉണ്ട്, അതായത് ദ ക്യൂ എന്ന് പറഞ്ഞ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂലുള്ളതാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടാവില്ല ആ ഒരു കോൺസെപ്റ്റിൽ. അത് കാര്യം ഒരു സ്ഥലവും ടൈമും സ്പേസും ഇല്ലാത്തൊരു സിനിമയായിട്ടാണ്. ഒന്നുമില്ല, അത് എങ്ങനെ വേണം ചിന്തിക്കാം. എവിടെയോ നടന്നൊരു കഥ, അത് അതിനൊരു മേക്കിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ആക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. കഥ ഒരു സെൻ ഫിലിം ഒക്കെ കാണുന്ന പോലെയൊക്കെ ഇപ്പൊ എൻ്റെ കാഴ്ചപ്പാടാണ്. അത് നിങ്ങളിത് കണ്ടിട്ട് ഇത് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം അതുപോലെ ഒരു പ്രത്യേകതയുള്ള സിനിമയാണ്. ഒരു ഹൈ ഫിലോസഫി വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം, അതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറയാം, അതൊന്നുമില്ല എന്ന് പറയാം. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളൊരു പെയിന്റിങ് കാണുന്ന പോലെയാണ്. നമ്മൾ സിനിമ അങ്ങനെയല്ല, ഒരു പെയിന്റിങ് കണ്ടിട്ട് പങ്ക് കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കാണുന്നത്. അതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. സിനിമയ്ക്ക് കുറച്ച് എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുകയാണ്. അപ്പം അതിൽ കുറേ പേർക്ക് ഒരേപോലെ ചിന്തിക്കാം. മറ്റേത് തനിച്ചാണ് ഒരു പെയിന്റിങ് കാണുന്ന പോലെ. സോ ഈ സിനിമകളൊക്കെ അങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് ചിന്തിക്കാനുള്ള സംഭവം ഉണ്ടാവും. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായ ഫൈറ്റ്, പിന്നെ മാസിന് മാസുണ്ട് എന്നുള്ളത് നമ്മുടെ ടിനു പാപ്പച്ചൻ പറഞ്ഞത് ഓർമ്മല്ലേ? അതായത് ആദ്യത്തെ വരവിൽ തന്നെ കിട്ടും. നമുക്കറിയാം LJP സിനിമകൾക്കുള്ള പ്രത്യേകത. ഇപ്പൊ നൻപകൽ നേരത്തെ മയക്കത്തിലൊക്കെ നമ്മൾ ലേയേഴ്സും കൊണ്ട് നമ്മൾ കാണുന്ന ഇപ്പൊ ലാലേട്ടൻ പറയുന്നത് അത് തന്നെയാണ്. ഓരോരുത്തരുടെയും വിഷൻ അനുസരിച്ചിരിക്കും സിനിമ. അത് നമ്മൾ നൻപകലിനകത്ത് നമുക്ക് പലർക്കും പല രീതിയിലാണ് സിനിമ തോന്നിയിട്ടുള്ളത്. എത്ര ലേസാണ്. അതെ, അതുപോലെ ആയിരിക്കും എന്താണെങ്കിലും ആ സിനിമകൾ നമ്മളെ ചലഞ്ച് ചെയ്യും. സത്യം. നമുക്ക് മറ്റുള്ള സിനിമകൾ കണ്ട് ആസ്വദിക്കുക, തീർക്കുക, വിട്ട്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ അങ്ങനെയൊന്നും വിട്ടുപോകില്ല. ചിന്തിക്കും, അതിന്റെ കൂടെ തന്നെ ചിന്ത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതെങ്ങനെയായിരിക്കും അങ്ങനെ പോകുന്നത്, അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ഫുള്ള് വരാൻ പോകുന്നത്. അത് ഇതിനകത്ത് മാസും ആക്ഷനും എല്ലാം കൂടി വരുമ്പോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള, എന്നാൽ LJPയുടെ എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അത്ഭുത സിനിമയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തോന്നൽ. തള്ളുക പറഞ്ഞ് പറയരുത്. നമ്മള് ഓരോ സിനിമ വരുന്നതിന് മുൻപ് നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കരുതുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടമുണ്ടല്ലോ, നമുക്ക് ആ ഒരു സിനിമ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളില്ല, അതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് തന്നെ ആയിരിക്കും നമ്മൾ പറയുന്നൊന്നും. അതെ, അവിടുന്ന് കിട്ടുന്ന വേറെ ആണെങ്കിൽ അത് നമ്മൾ ആ രീതിയിൽ ആസ്വദിക്കും. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.